അഞ്ചരക്കണ്ടിലെ നിതിൻ രാജിന് നീതി തേടി ഹർത്താൽ പുരോഗമിക്കുന്നു. BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർത്താലിൽ ജനജീവിതം തടസ്സപ്പെട്ടു. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ ദളിത് സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കൊന്നു തള്ളിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? തരാൻ പറ്റുമോ? ആരാ വരുന്നതെന്ന് പറ. പോലീസ് പറയുന്നത് നിങ്ങളെ ആര് വിളിച്ചു? നിങ്ങൾക്ക് എന്തുവാ ഇവിടെ കാര്യമെന്ന്? ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നു തള്ളിയവൻ ആരോ അവനെ ഞങ്ങൾക്ക് കാണണം. അവനെ തുറുങ്കിലടക്കണം. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ RL നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പ്രതിഷേധമിരമ്പി. ജാതി അധിക്ഷേപം നേരിട്ട നിതിൻ രാജിന് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടാണ് 12 മണിക്കൂർ ഹർത്താൽ. സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ ദളിത് സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. പൈങ്കുളത്തോ നിങ്ങൾ എവിടെയും പൊക്കോ, ഇന്ന് വണ്ടി ഓടിയല്ല നടക്കിയല്ല. പൈങ്കുളത്തെ പിള്ളേരെന്തിനാണ് ഈ വണ്ടിയെ കയറിയത്? ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായി സമരക്കാർ വാഹനങ്ങൾ തടഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ KSRTC സർവീസ് തടഞ്ഞു. മിക്കയിടത്തും വാഹനങ്ങൾ പിന്നീട് കടത്തിവിട്ടു. ദീർഘദൂര യാത്രക്കാരും രോഗികളുമാണ് ഹർത്താലിൽ ഏറെ വലഞ്ഞത്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ, ഞങ്ങൾ അറിയുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാത്തതാ കണ്ടോ. പലയിടത്തും സമരക്കാർ കടകളും ബാങ്കുകളും അടപ്പിച്ചു. കോട്ടയത്തും മാളയിലും കോഴിക്കോട് കൂരാച്ചുണ്ടിലും ബാങ്കുകൾ അടപ്പിച്ചു. കുണ്ടറ മുളവനയിൽ ബൗക്കോ ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിച്ചില്ല. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലേണേഴ്സ് ടെസ്റ്റ് തടഞ്ഞ സമരാനുകൂലികൾ RTO ഓഫീസിൽ പ്രതിഷേധിച്ചു. ആലപ്പുഴയിൽ കടയിൽ കയറി വനിതാ ജീവനക്കാരിയെ സമരാനുകൂലികൾ ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ പിടിച്ചെടുത്തെന്ന് പരാതി ഉയർന്നു. ചിലയിടങ്ങളിലെ വാക്കുതർക്കങ്ങൾ മാറ്റി നിർത്തിയാൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. നിതിൻ രാജിന്റെ ജന്മനാടായ തിരുവനന്തപുരം നെടുമങ്ങാട് പ്രതിഷേധം ഇരമ്പി. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് KSRTC സർവീസുകൾ വ്യാപകമായി തടഞ്ഞു. നഗരത്തിലെ പ്രധാന റോഡുകൾ ഗതാഗത തടസ്സം ഉണ്ടായി. നഗരത്തിലെ പ്രധാന ഭാഗമായ തമ്പാനൂരിൽ രാവിലെ 6 മുതൽ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും മുൻകൂട്ടി പ്രഖ്യാപിച്ച ഹർത്താലിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സമരക്കാർ നിലപാടെടുത്തു. സമരത്തെ പൊളിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എത്രയോ ഹർത്താലുകൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന ഈ ഹർത്താലിൻ്റെ അന്ന് വാഹനങ്ങളൊന്നും തന്നെ നിരത്തിറക്കാറില്ല. ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ തടഞ്ഞിട്ടതോടെ യാത്രക്കാർ കുടുങ്ങി. നഗരത്തിലെ പ്രധാന റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ഒരുപാട് സമയം കൊണ്ട് രാവിലെ വന്നത്, മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി വന്നത്, ആശുപത്രി പോകാൻ. അപ്പോഴും പോകണില്ല, തിരിച്ച് ഇത്തിരി വീടെത്തിയാൽ മതി. കുറേ നേരം പിടിച്ചിട്ടിരിക്കുകയാണ്. അറിഞ്ഞിരുന്നില്ല ഹർത്താലാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതിന് ബസ്സുകളൊക്കെ ഓടുന്നു വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതായിരിക്കും. 11 മണിയോടെ സമരസമിതിയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നീങ്ങി. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് കണിയാപുരം, പള്ളിപ്പുറം ഭാഗങ്ങളിലാണ്. ദേശീയപാത ഉപരോധിച്ചതോടെ കഴക്കൂട്ടം മുതൽ ആറ്റിങ്ങൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിര. കിളിമാനൂർ രാജധാനി കോളേജിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ റോഡിൽ കുടുങ്ങി.
320 കുട്ടികൾ പരീക്ഷ എഴുതേണ്ടിടത്ത് ഹാജരായത് 120 കുട്ടികൾ മാത്രം. അവരിലേക്ക് ഒരു വണ്ടികളും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വാഹനങ്ങളൊക്കെ എക്സാം എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ വിട്ടില്ല. അന്ന് ഞങ്ങൾ 6 മണിക്ക് ബസ്സിൽ കയറിയതാ, 6 മണിക്ക് ബസ്സിൽ കയറിയതാ. അപ്പൊ പക്ഷെ ഇന്ന് ഇതൊന്നും ഉണ്ടാവില്ല എന്ന്, റോഡ് തടയിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ബസ്സിൽ വന്നത്. പക്ഷെ ഇപ്പൊ എക്സാം ടൈം കഴിഞ്ഞു. അവിടെ വിളിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് VAT-കാർക്ക്. നിതിന്റെ ജന്മനാടായ നെടുമങ്ങാട് അന്തർ സംസ്ഥാന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിട്ടു. പിന്നീട് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കാട്ടാക്കടയിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. 24 തിരുവനന്തപുരം. 17 ദിവസമായിട്ടും ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ പിടികൂടാത്തത് ചൂണ്ടിക്കാട്ടി പോലീസിനെതിരെ RL നിതിൻ രാജിന്റെ മാതാപിതാക്കൾ. മകന് നീതി ലഭിച്ചില്ലെന്ന് വൈകാരികമായി നിതിൻ രാജിന്റെ കുടുംബം പ്രതികരിക്കുന്നു. സ്വദേശമായ ആന്ധ്രാപ്രദേശിൽ എം കെ റാമിനായി തെരച്ചിൽ നടത്തുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. നിതിൻ രാജിന്റെ മരണശേഷം 17 ദിവസമായി ഡോക്ടർ എം കെ റാം ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. എന്നാൽ റാമിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണവുമായി നിതിൻ രാജിന്റെ കുടുംബം രംഗത്തുണ്ട്. നീതി വേണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് കുടുംബം. അതെ, ഞങ്ങളുടെ വാദം ആരും കേൾക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ CCTV വിഷ്വൽസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ചെറിയ ഫോണിൽ CCTV വിഷ്വൽസിൽ പിന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കുറച്ച് വിഷ്വൽസ് അല്ലാതെ വേറെ ഒന്നും ഹാജരാക്കിയില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് വേറൊരു പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്, അത് ഞങ്ങളുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന ആ ഒരു പദമാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞങ്ങളുടെ കയ്യിലില്ല, വേറൊരു ഉദ്യോഗസ്ഥൻ്റെ. അത് എന്ത് ന്യായമാണ്? നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ മോൻ പോയി, പക്ഷേ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനായി എനിക്ക് ആരുടെയും പറയണ്ട. അതേസമയം ഒരാഴ്ചയായി പോലീസ് റാമിന്റെ നാടായ ആന്ധ്രയിലുണ്ട്. റാം ഫോണിൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. കേസിൽ ഒന്നാം പ്രതിയാണ് ഡോക്ടർ എം കെ റാം. രണ്ടാം പ്രതി സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കണ്ണൂർ ACP R ഹരിപ്രസാദിന് മുമ്പാകെ ഹാജരായി മൊഴി നൽകി. 24 കണ്ണൂർ. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലയിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി പിടിയിൽ. വീടിനടുത്തെ പറമ്പിൽ നിന്നാണ് സജിയെ പിടികൂടിയത്. വീട്ടുവളപ്പിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ സജിയുടെ മാതാവ് മേരിക്കുട്ടിയുടെയും സഹോദരൻ റജിയുടേത് എന്നുമാണ് പോലീസ് വിലയിരുത്തൽ. സജി കുറ്റം സമ്മതിച്ചെന്നും കീഴടങ്ങുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ. രാഹുൽ ഉജ്ജവനുകളും ചേരുന്നു. രാഹുൽ, ഇവരുടെയൊക്കെ പിതാവ് 2018 കാണാതായ മാത്യുവിന്റെ തിരോധാനം കൂടി സംശയം നേരിട്ട് നിൽക്കുകയാണ്. അമ്മയെയും സഹോദരനെയും കൊന്നത് ഇയാളാണെങ്കിൽ ഇയാൾ എന്തിനത് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. രാഹുൽ, എന്താണ് മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം അത് കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇയാളുടെ മൊഴി, സജിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇപ്പം നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണ് എങ്കിൽ ഇയാൾ സ്വമേധയാ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ആ നിക്കക്കള്ളി ഇല്ലാതെ കീഴടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 12 മണിയോടുകൂടി വീടിന് സമീപത്തെ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും റോഡിന് സൈഡിലെ ഒരു കടയിൽ വന്നിരിക്കുകയും അവിടെ ഇരുന്ന് തനിക്ക് തെറ്റുപറ്റിപ്പോയി, കുറ്റം ചെയ്തു പോയി എന്ന് പറയുകയും പിന്നീട് ആ നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ പിടികൂടുകയുമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് ഈ സജി തന്നെ എന്ന് ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത് മേരിക്കുട്ടിയും റജിയുമാണ് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത കുറച്ചുകൂടി വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കലിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ആരോഗ്യം ഒക്കെ പരിശോധിച്ചതിന് ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും, ചോദ്യം ചെയ്യും. അതിൽ പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഹാഷ്മി, കൊടും ചൂടിന് ശമനമില്ലാതെ കേരളം അങ്ങേയറ്റം വിയർക്കുകയാണ്. പാലക്കാടും കൊല്ലത്തും ഉയർന്ന താപനില ഇന്നലെയും ഇന്നും രേഖപ്പെടുത്തി. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് തുടരുകയാണ്. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിന് സൂര്യാതപം ഏറ്റു. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നതിനിടെ ഇന്നും വിവിധ ജില്ലകളിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന താപനില. പാലക്കാട് ജില്ലയിൽ 39.9 ഡിഗ്രി സെൽഷ്യസും കൊല്ലം പുനലൂരിൽ 37.6 ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ 37.2 ഡിഗ്രി സെൽഷ്യസും ചൂടാണ് ഉച്ചവരെ രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസും താപനില ഉയർന്നേക്കാമെന്ന്
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. നിലവിൽ ഇടുക്കി, വയനാട് ജില്ലകളിൽ ഒഴികെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലർട്ട് തുടരുകയാണ്. ചൂട് തുടരുന്നതിനിടെ കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിന് സൂര്യതപമേറ്റു. കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കുന്നതിനിടെ അബിൻ ജോസിനാണ് പൊള്ളലേറ്റത്. എന്നാൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചെങ്കിലും വേനൽ മഴ ഇതുവരെ എത്തിയിട്ടില്ല. നാളെ മുതൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ മഴ മുന്നിൽ കണ്ട് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. പീക്ക് ലോഡ് മാനേജ്മെന്റ് അഥവാ പവർ കട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ തീവ്ര നീക്കം. അപ്പോൾ കൊടുംചൂടിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലാണ്. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങൾ വിലയിരുത്താൻ ഇന്നും KSEB ഉന്നതതല യോഗം ചേരും. വൈദ്യുതി തടസ്സങ്ങളിൽ സംസ്ഥാനത്ത് പ്രതിഷേധം വ്യാപകമാണ്. ചൂട് അതികഠിനമായി തുടരുന്നതിനിടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ വൻ കുതിപ്പ്. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. 118.26 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്നാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവും തുടരുന്നു. ആലുവ തോട്ടക്കാട്ടുകരയിൽ വൈദ്യുതി തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ KSEB ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചു പ്രതിഷേധിച്ചു. കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിൽ വൈദ്യുതി നിലച്ചതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസിൽ കിടന്ന് പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങൾ വിലയിരുത്താൻ KSEB ഉന്നതതല യോഗം ചേരും. വൈദ്യുതി വാങ്ങുന്നതിലേക്കായി 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ KSEB കണ്ടെത്തിയിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 10 രൂപയിൽ താഴെ നിരക്കിൽ ഇവരിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കാനാകുമോ എന്നതാണ് KSEB പരിശോധിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 150 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നും KSEB പ്രതീക്ഷിക്കുന്നു. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് KSEB. 24 തിരുവനന്തപുരം. ഇതിനൊക്കെയിടയിൽ സംസ്ഥാനത്ത് പാമ്പ് ഭീതിയും അങ്ങനെ തുടരുന്നു. വീടുകളിലും പരിസര പ്രദേശങ്ങളിലുമായി ഇന്നും പാമ്പുകളെ പിടികൂടി. പാമ്പുകടിയേറ്റ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 4.5 വയസ്സുകാരിയുടെയും വയോധികയുടെയും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ ഉച്ചയോടെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ഏളേരിത്തട്ടിൽ 4.5 വയസ്സുകാരി ഋതുചന്ദ്രയ്ക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. ഞായറാഴ്ച പാമ്പ് കടിയേറ്റ കണ്ണൂർ പട്ടുവം സ്വദേശി നമ്പ്രോൻ നാരായണിയുടെ ആരോഗ്യനിലയും ഗുരുതരമാണ്. ഇരുവരും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോട്ടയം പാലായിൽ വീട്ടമ്മയ്ക്ക് പാമ്പ് കടിയേറ്റു. ഇന്നലെ രാത്രിയിൽ രാമപുരം സ്വദേശിനി അനിത ബാബുവിനാണ് പാമ്പ് കടിയേറ്റത്. കണ്ണൂരിൽ പട്ടുവം മാധവനഗറിൽ വീടിനകത്ത് കണ്ടെത്തിയ മൂർഖനെ പിന്നീട് പിടികൂടി. പയ്യന്നൂരിലെ അരവഞ്ചാലിൽ വീട്ടുവളപ്പിലെ വിറകുപുരയിൽ നിന്നും മൂർഖനെ പിടികൂടി. കോഴിക്കോട് കാരശ്ശേരിയിൽ വീട്ടുകിണറ്റിലെ കപ്പിയിൽ നിന്നും ശംഖുവരയനെ പിടികൂടി. തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ പരേഡിനിടെ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി വരുത്തി. ചേരയാണ് പോലീസുകാർക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പാമ്പ് മാത്രമല്ല, മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തരിശ് സ്വദേശി ചിറ്റൻഡോടൻ ജംഷീറിനാണ് ജീവൻ നഷ്ടമായത്. മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ പറഞ്ഞു. DFOയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പുലർച്ചെ മണലിയമ്പാടം ഭാഗത്ത് വെച്ചാണ് ജംഷീറിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ജംഷീർ തന്നെയാണ് സുഹൃത്തുക്കളെ വിളിച്ച ആക്രമണ വിവരം അറിയിക്കുന്നത്. കാലിനും നെഞ്ചിനും പരിക്കേറ്റ ജംഷീറിനെ കരുവാരക്കുണ്ടിലെ സ്വകാര്യ ആശുപത്രിയിലും പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ അവർ മരം നോക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾക്ക് പ്രാദേശികമായിട്ട് കിട്ടിയത്. അപ്പോൾ അത് വെച്ചാൽ ഞങ്ങൾ സാറ് പറയുമ്പോൾ സാറിന് ഫുള്ള് സാറിൻ്റെ ഉദ്ദേശം എന്താണെന്നില്ല ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചോദിക്കണ്ടേ, അത്രേ ഉള്ളൂ ഇതിനകത്ത്. സാറ് കണ്ടിട്ട് നോക്കിയാൽ ആശുപത്രിയിലെത്തിയ DFOക്കെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തി.
അപകടം സംബന്ധിച്ച് വനംവകുപ്പ് ഉയർത്തിയ സംശയങ്ങളാണ് നാട്ടുകാരെ ചൊടിപ്പിച്ചത്. ഇപ്പോൾ ജീപ്പിൽ വന്ന ആളുകൾ അയാൾ എടുത്തൊരു സ്പോട്ടാണ് പറയുന്നുള്ളൂ. മറ്റേ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു, അവരിപ്പോൾ മിസ്സിംഗ് ആണ്. ഇവർ ടാപ്പിങ്ങിന് പോയെന്നല്ല ഇപ്പോൾ പറയുന്നത് ഏതോ മൃതമരങ്ങൾ നോക്കാൻ വേണ്ടി, അതിന് വിലക്കെടുക്കാൻ വേണ്ടി മരങ്ങൾ നോക്കാൻ പോയെന്നാണ് ഇവിടെയുള്ള ബാക്കിയുള്ള കൂട്ടുകാർ പറഞ്ഞത്. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 മലപ്പുറം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ AICC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കും. മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടെ VD സതീശനെ അനുകൂലിച്ച് മുതിർത്തും ഫ്ലക്സുകൾ ഉയർന്നു. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച മുസ്ലിം ലീഗ് നടക്കുന്ന ചർച്ചയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ ആരോപിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നതിനിടയിലാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനം ചർച്ചയാകുന്നത്. മഹാരാഷ്ട്രയിലെ DCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. സംഘടനാ ചർച്ചകൾക്കിടയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ തേടിയാകും കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയെ കണ്ടേക്കുമെന്ന് പ്രചരണമുണ്ടെങ്കിലും അദ്ദേഹം ആൻഡമാനിലാണ്. UDF അധികാരത്തിൽ വന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന മുസ്ലിം യോഗത്തിലെ ചർച്ചകളെ വിമർശിച്ച് CPM നേതാവ് AK ബാലൻ രംഗത്ത് വന്നു. ലീഗിലെ ചർച്ചകൾക്ക് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് AK ബാലന്റെ വിമർശനം. 3 പേരല്ല ഉള്ളത്, ഇപ്പം 4 പേരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന വൃത്തികേടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി ചർച്ച കൊടുക്കുന്നതിനിടെ VD സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തവനൂർ മണ്ഡലത്തിലെ തിപ്രങ്ങോട് പെരിന്തലൂർ ഭാഗത്താണ് സതീശനെ അനുകൂലിക്കുന്ന ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തവനൂർ പാറപ്പുറത്തും സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നു. സതീശിന്റെ തട്ടകമായ എറണാകുളത്താണ് അദ്ദേഹത്തെ എതിർക്കുന്നതും രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്നതുമായ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. എറണാകുളം DCC ഓഫീസിന് എതിർവശത്താണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. VD സതീശൻ PR പണി നിർത്തണമെന്നാണ് ഫ്ലക്സിലെ വാചകം. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. IPL അപരാജിത കുതിപ്പ് തുടരാൻ പഞ്ചാബ് കിങ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസാണ് എതിരാളികൾ. പഞ്ചാബിനെ പിടിച്ചുകെട്ടാനാരാ? വന്നവരെയെല്ലാം തല്ലിയോടിച്ചും എറിഞ്ഞുപിടിച്ചും ശ്രേയസ് അയ്യരും കൂട്ടരും കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരം നഷ്ടമായ കിരീടം ഇത്തവണ പിടിച്ചെടുക്കാൻ ഉറച്ചു നിൽപ്പാണ്. 7 കളിയിൽ 6 ജയം. മഴ പെയ്തതുകൊണ്ട് മാത്രം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രക്ഷപ്പെട്ടു. കഴിഞ്ഞ മത്സരത്തിൽ 2020 ചരിത്രത്തിലെ തന്നെ പിന്തുടർന്നുള്ള ഏറ്റവും വലിയ വിജയമാണ് പഞ്ചാബ് അടിച്ചെടുത്തത്. ഡൽഹിക്കെതിരെ 265 റൺസ് വിജയലക്ഷ്യം മറികടന്നത് വെറും 18.5 ഓവറിൽ. ആദ്യ പന്ത് മുതൽ അടി തുടങ്ങുന്ന ഓപ്പണേഴ്സായ പ്രിയാൻ ഷാരിയും പ്രഭ് സിമ്രാൻ സിംഗും ഏറ്റെടുത്ത് തകർത്തടിക്കുന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും കൂപ്പർ കനോലിയും ശശാങ്ക് സിംഗും മാർക്കോ സ്റ്റോയിനിസും നെഹാൽ വധേരിയും. ഈ പവർ പാക്ഡ് ബാറ്റിംഗ് നിര ടീമിന്റെ ബൗളർമാർക്കുണ്ടാക്കുന്ന ക്ഷീണം കൂടി തീർത്തു കൊടുക്കും. അതേസമയം ഉജ്ജ്വല തുടക്കത്തിന് ശേഷം തപ്പിത്തടയുകയാണ് രാജസ്ഥാൻ റോയൽസ്. ആദ്യ 4 കളിയിലും ജയിച്ച റോയൽസ് പിന്നീടുള്ള 4-ൽ 3 തോറ്റു. വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും നൽകുന്ന വെടിക്കെട്ട് തുടക്കത്തിന് ശേഷം പിന്നീടുള്ളവരെല്ലാം നിരാശപ്പെടുത്തുന്നതാണ് പ്രധാന തിരിച്ചടി. ഏറ്റവും വലിയ ബാധ്യത ക്യാപ്റ്റൻ റിയാൻ പരാഗ് തന്നെ. 8 കളിയിൽ നിന്ന് സമ്പാദ്യം വെറും 88 റൺസ്. ജോഫ്ര ആർച്ചറും രവീന്ദ്ര ജഡേജയും രവി ബിഷ്ണോയും എല്ലാം എത്ര നന്നായി പന്തെറിഞ്ഞിട്ടും ബാറ്റിംഗ് നിര ഇങ്ങനെയായാൽ IPL പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരുടെ 2ാം കിരീടത്തിനായുള്ള കാത്തിരിപ്പ് നീളാനാണ് സാധ്യത. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.